4 മാർക്ക് മലയാളം ഗ്രാമറിന് 8 മാർക്ക് മൂന്നാമത്തെ മാസം ഓക്കെ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഓഫർ എക്സാമിനേഷൻ്റെ മാർക്ക് ആ പോയതാണ് 2025. യെസ്, നമ്മൾ 2025 കഴിയാൻ ഇനി ഒരു 1.5 മാസങ്ങൾക്കപ്പുറത്ത് അല്ലേ, 1.5 മാസങ്ങൾക്കപ്പുറത്ത് നമ്മളെ കാത്തിരിക്കുന്ന ആദ്യത്തെ പ്രശ്നം 2026 നമ്മൾ നേരിടാൻ പോകുന്ന ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അഫർലി എക്സാമിനേഷൻ്റെ റിസൾട്ട് കാണുകയും അതുപോലെ തന്നെ പാരൻസ് മീറ്റിംഗ്, ആൻസർ പേപ്പർ ഇതെല്ലാം കൂടെ നെഗറ്റീവായിട്ട് ബാധിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കിനെ അല്ലെങ്കിൽ പിന്നീടുള്ള ആ ഒരു പെർഫോമൻസിനെ നന്നായിട്ട് ബാധിക്കുക തന്നെ ചെയ്യും. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എങ്ങനെയെങ്കിലും നന്നായിട്ട് ഈ ഒരു എക്സാമിനേഷൻ കടന്നുകൂടാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഓക്കെ പഠിക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്, ഇനി എങ്ങനെയാണ് ഇതിൽ പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്തെല്ലാമാണ് പഠിക്കേണ്ടതെന്നാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ എങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇംഗ്ലീഷിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ 6 യൂണിറ്റുകളാണ് പരീക്ഷയുള്ളത് അല്ലേ. അതിനകത്ത് 5 യൂണിറ്റിനകത്തുനിന്നും നമ്മളിപ്പോൾ ഓൾറെഡി പോർഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. 2024 നമ്മൾ ഹാഫർലി എക്സാമിനേഷൻ്റെ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ യൂണിറ്റ് 1 നമുക്ക് 14 മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. യൂണിറ്റ് 2 നമുക്ക് 14 മാർക്കിന്, യൂണിറ്റ് 3 18, യൂണിറ്റ് 4 18. യൂണിറ്റ് 5 ക്വസ്റ്റ്യൻസ് വന്നിട്ടേ ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ ഗ്രാമർ എന്നാണ് പിന്നീട് നമുക്കൊരു കൺഫ്യൂഷൻ. ഗ്രാമറൊക്കെ പഠിക്കണ്ടേ, എന്താ ഗ്രാമറിന് ആകെ 8 മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. അത് തന്നെ ആദ്യത്തെ 2 ചോദ്യം എന്ന് പറഞ്ഞാൽ 2 മാർക്കിൻ്റെ ഇഫ് ക്ലോസിൻ്റെ ക്വസ്റ്റ്യനും 2 മാർക്കിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ക്വസ്റ്റ്യനും. അത് ഓപ്ഷൻ ഉണ്ട്, അല്ലെ ഇതൊന്നും എഴുതിയാൽ മതി. അതുപോലെ തന്നെ പിന്നെ നമുക്ക് കൊഹസീവ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് 4 മാർക്കിന് ചെയ്താൽ ടോട്ടൽ 8 മാർക്കിന് ഇത്തരം ചോദ്യങ്ങളേ ഉള്ളൂ നമുക്ക് ഗ്രാമർ സൈഡിൽ നിന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് ഭാഗത്ത് നമ്മൾ പഠിച്ച് തുടങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, നമ്മുടെ ഫസ്റ്റ് ടേമിൽ എക്സാമിനേഷൻ്റെ പോർഷന് ശേഷമുള്ള എന്ന് വെച്ചാൽ ആദ്യത്തെ 2 യൂണിറ്റുകൾക്ക് ശേഷമുള്ള ഭാഗത്ത് തന്നെയാണ് നമ്മൾ പഠിച്ച് തുടങ്ങേണ്ടത്. കാരണം ഓൾറെഡി നമ്മൾ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ടേം എക്സാമിനേഷന് നമ്മൾ പഠിച്ച ഓർമ്മ നമ്മളുടെ കയ്യിലുണ്ടാവും. 1 and 2 അത് 14 മാർക്കിന് ഓൾറെഡി വന്നതാണ്. ഓക്കെ, ഇനിയുള്ളത് 18 മാർക്കിനുള്ള ഈ 2 യൂണിറ്റ് നിങ്ങൾ ഒന്ന് പഠിച്ച് തുടങ്ങും. ഓക്കെ, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങൾക്ക് അസിസ്റ്റൻസും ഹെൽപ്പും ഒക്കെ വേണമെങ്കിൽ, ഇതേക്കുറിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ക്ലാസ്സുകളൊക്കെ ഒരു കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അറിയണം സൈലത്തിൻ്റെ അഗ്നി ബാച്ചിനെ കുറിച്ചിട്ട്. അവിടെ കൃത്യമായ രീതിയിൽ തകൃതിയായി ക്ലാസ്സുകളൊക്കെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്, എക്സാമിനേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, റിവിഷൻ ബാച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ ഗെയിം എന്ന് പറയുന്ന ഒരു കിടലൻ റിവിഷൻ ബാച്ച് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സോ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഒരു 30% ഓഫറോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ബാച്ച് അവൈലബിൾ ആയിട്ടുള്ളത്. താഴെ കാണുന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. സോ സമയം കളയേണ്ട, അടിപൊളിയായിട്ട് പഠിക്കാം.